ഇതുപോലെ ബർത്ത്ഡേക്ക്, കാരണം എനിക്ക് സർപ്രൈസസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാവരോടും എന്നെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ചെയ്യണം കേട്ടോ, എന്നെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പണ്ട് കുറെ നാൾ തൊട്ട്. ഇവരെല്ലാം ഒരുപാട് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ പപ്പയുടെ ഇൻസിഡന്റ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ചെയ്യണോ ചെയ്യണ്ടോ അങ്ങനെ കൺഫ്യൂഷൻ ആയി. ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു. ഫ്രണ്ട്സ് ആണേലും ഈവൻ എന്റെ ഒരു ഫ്രണ്ട് ഫ്രം സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിരുന്നു. അവര് പോലും ആള് പോലും പ്ലാൻ ചെയ്തു. ജൂലൈ 2 ആണ്. ജൂലൈ 2 പോയി മീറ്റ് ചെയ്യാം. എന്റെ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തു. അങ്ങനെ വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് പ്ലാനിങ് നടന്നിട്ട് അന്ന് എനിക്ക് ഡയറിയും വോമിറ്റിങ്ങും പിടിച്ച് ഞാൻ കടന്നുപോയി. അന്ന് നൈറ്റ്, അതായത് ഗോപികയുടെ വീട്ടിലായിരുന്നു ഞങ്ങള്, കാലിക്കട്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി തന്നെ അവരെന്നെ അവിടെ പുഷ് ചെയ്ത് അവിടെ എത്തിച്ചതാണ്. എന്നിട്ട് അന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം, നെക്സ്റ്റ് റൂമിൽ അവരുണ്ട്, ആന്റി GP ഗോപി എല്ലാം ഉണ്ട്, മോളുണ്ട്. ഇപ്പുറത്തെ റൂമിൽ ഞാൻ വൊമിറ്റ് ചെയ്ത് കിടക്കാണ്. എന്നിട്ട് ബർത്ത്ഡേക്ക് 12 മണിക്ക് എനിക്ക് മെസ്സേജ് അയച്ച് എന്റെ അടുത്ത് വിഷ് ചെയ്യേണ്ടി വന്നു ആൾക്ക്. അത് ചീറ്റിപ്പോയ സർപ്രൈസ് ആണ്. പിറ്റേ ദിവസം അവർ ഭയങ്കരമായിട്ട് അത് പറ്റുന്ന രീതിയിൽ, പക്ഷെ അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ സർപ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു സർപ്രൈസ് ഒന്നും. സർപ്രൈസ് കൊടുക്കാറുണ്ടോ? കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.